പ്രിപ്വൈസ്ഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം. ഇന്ന് നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്ന അറിയാം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് അറിയാമോ? ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അല്ലേ? ഫോറസ്റ്റ് സർവീസിനെ പറ്റി നമ്മൾ പറഞ്ഞു, ഹിസ്റ്ററി പറഞ്ഞു, അതേപോലെ അതിന്റെ ട്രെയിനിങ് എങ്ങനെയാന്ന് പറഞ്ഞു. ഇനിയിപ്പോ ആഫ്റ്റർ കയറി കഴിഞ്ഞാൽ ജോയിൻ ആയി കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയാണ് ഇവരുടെ പേർപ്പസ്, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഫംഗ്ഷൻ എന്നും കൂടി അറിയണ്ടേ? ഇവരുടെ ഫംഗ്ഷനെ പറ്റി പറയുന്ന സമയത്ത് തന്നെ വളരെ റീസെന്റ് ആയിട്ട് തമിഴ്നാട്ടിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ഇത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനമരം കള്ളക്കടത്തൽ. ചന്ദനമരം വെട്ടുന്നു, മുറിക്കുന്നു, കടത്തുന്നു. അതായത് ഇതൊന്നും ആരും അറിയുന്നില്ല. നമ്മുടെ കാട്ടില് നാട്ടിൽ ഓരോ മനുഷ്യനും എണ്ണം ഉള്ളതുപോലെ തന്നെ കാട്ടിൽ ഓരോ മരത്തിനും എണ്ണമുണ്ട്. പക്ഷെ ഇത് ഒഫീഷ്യൽസ് അറിയാതെ ആളുകൾ എന്ത് ചെയ്യുക, കട്ടുകൊണ്ട് പോകുന്നു, മുറിച്ചോണ്ട് പോകുന്നു. അങ്ങനെ മുറിച്ചോണ്ട് പോയ ഒരുപാട് പേര് എന്ത് ചെയ്തു, നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ന്യൂസ്. അതേപോലെ ഇദ്ദേഹത്തെ അറിയാത്ത ആൾക്കാരും വളരെ ചുരുക്കമായിരിക്കും അല്ലെ? നമ്മുടെ കാട് വിറപ്പിച്ച വീരപ്പൻ, കാടും നാടും ഒക്കെ വിറപ്പിച്ച വീരപ്പൻ ചന്ദനം മുറിക്കുന്നു, കടത്തുന്നു. ഇത് തന്നെയായിരുന്നു പുള്ളിക്കാരന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹോബി. അതുകൊണ്ട് എന്താ, പുള്ളിക്കാരനെ നമ്മൾ അറസ്റ്റ് ചെയ്തു. അങ്ങനെ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്താണ് നമ്മുടെ ഓഫീസേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. കാടിനെ സംരക്ഷിക്കുക. നമ്മൾ പറഞ്ഞതുപോലെ നാട്ടിൽ ഓരോ മനുഷ്യനും എണ്ണം ഉള്ളതുപോലെ കാട്ടിൽ ഓരോ മരത്തിനും കാട്ടിൽ ഓരോ മൃഗങ്ങൾക്കും എന്തുണ്ട്, ഓരോ പക്ഷികൾക്ക് പോലും എണ്ണമുണ്ട്. അതിനെയൊക്കെ കറക്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പിന്നെ ഇതിന്റെ അണ്ടറിൽ കാട് മാത്രമല്ല വരുന്നത്, നാഷണൽ പാർക്കുകൾ വരുന്നുണ്ട്, നമ്മൾ പറഞ്ഞു, ടൈഗർ റിസർവ്സ് വരുന്നുണ്ട്, സാങ്ച്വറീസ്, അതുപോലെ നമ്മുടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇവരുടെ പ്രയോറിറ്റി. ഡെവലപ്മെന്റ് ഓഫ് നാഷണൽ ഫോറസ്റ്റ് പോളിസി, അതേപോലെ തന്നെ ഇതിന്റെ അപ്ലിക്കേഷനും എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ പ്രയോറിറ്റി, അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എവിടെ നോക്കിയാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് അത് തന്നെയാണ്. അതായത് ഫോറസ്റ്റ് പോളിസികൾ അപ്ലൈ ചെയ്യുക, ഡെവലപ്പ് ചെയ്തൊക്കെയാണ് ഫോറസ്റ്റ് സർവീസ് ഓഫീസേഴ്സിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ എക്കോസിസ്റ്റത്തെ പ്രിസർവ് ചെയ്യുക, കൺസേർവ് ചെയ്യുക, എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി അതേപോലെ കീപ്പ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആനിമൽസിനാണെങ്കിലും പ്ലാന്റ്സിനാണെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുക. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ ഒരു അജണ്ടയിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ കാണാറുണ്ടാവും അല്ലെ, നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വൈൽഡ് ആനിമലിന് എന്ത് ചെയ്യുക, ഫോറസ്റ്റിന് കൈമാറി. നമ്മൾ ഇപ്പൊ അടുത്തൊക്കെ തന്നെയുള്ള ഏതെങ്കിലും കാട്ടിന്റെ അടുത്തൊക്കെയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് കാണാം, എന്ത് ചെയ്യാം, വന്യജീവികൾ നാട്ടിലോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിടിക്കുന്നു, കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ ആരാണ്? ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ അത് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അതായത് അവരുടെ അടുത്തേക്ക് നമ്മൾ പോകരുത്. അതായത് വന്യമൃഗങ്ങളായിക്കോട്ടെ, വന്യത, ആ ഒരു കാടിന്റെ വന്യത അതേപോലെ കീപ്പപ്പ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം ഫ്യൂച്ചറും പ്രസന്റും ഒക്കെ എന്ത് ചെയ്യും, നല്ല രീതിക്ക് നമുക്ക് പണി കിട്ടും. ഈ ഒരു കാടിന്റെ വന്യത കീപ്പ് ചെയ്യുന്നു എന്നുള്ള പറഞ്ഞതൊക്കെ ശരി തന്നെ. അതുപോലെ തന്നെ കാട്ടിൽ താമസിക്കുന്ന ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെങ്ങനെയാണ് ലൈക്ക് എക്കോളജിനെ നശിപ്പിക്കാതെ മുന്നോട്ട് പോകണം. ലൈക്ക് അവർ വിറക് അധികം വെട്ടിക്കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്. അതുപോലെ തന്നെ അവരുടെ കൃഷിയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ, അവരുടെ അഗ്രികൾച്ചർ മേഖലയിലായിട്ട് കടക്കം ആരുടെ ഒരു മേൽനോട്ടം വരുന്നുണ്ട്, ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ ഒരു മേൽനോട്ടം വരുന്നുണ്ട്. നമ്മൾ കാണാറുണ്ടാവും അല്ലേ, ലൈക്ക് ഈ കൃഷി ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ കാടിന്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഈ ഒരു സാധനം. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസേഴ്സ് ഒക്കെ വന്നിട്ട് എൻകൗണ്ടർ ഒക്കെ അല്ലെങ്കിൽ അവരുടെ ഇതൊക്കെ നടത്തിയിട്ട് പോകും. എങ്ങനെയാ, ലൈക്ക് ആളുകൾ അധികം എന്ത് ചെയ്യരുത്, കാടിനെ നശിപ്പിക്കരുത് എന്നുള്ളതൊക്കെയാണ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. എന്ത് ഫംഗ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എയിം അല്ലെങ്കിൽ ഫസ്റ്റ് കോർ തീം എന്ന് പറയുന്നത് എന്താണ്, ഫോറസ്റ്റിനെ അതിൻ്റെതായ ഒരു രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് അവരുടെ ഡ്യൂട്ടി എന്ന് നമ്മൾ പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു കോർ ഡ്യൂട്ടി എന്താ, ഫോറസ്റ്റിനെ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഹാം ചെയ്യുന്ന എല്ലാത്തിനും എന്ത് ചെയ്യുക, എല്ലാത്തിൽ നിന്നും ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഫോറസ്റ്റ് ഇൻ ദ സെൻസ് ആനിമൽസ് വരും, പ്ലാന്റ്സ് വരും, എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യമാണ് കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാടിന്റെ ഇപ്പോഴത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എത്ര പ്ലാന്റ്സ് അവിടെ ഉണ്ട്, എത്ര ലൈക്ക് ഇപ്പോൾ ടൈഗർ റിസർവ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്, എത്ര ടൈഗർ അവിടെ ഉണ്ട്, അപ്പോൾ എത്ര മാൻ അവിടെ ഉണ്ട്, ലൈക്ക് എല്ലാ കാര്യങ്ങളും എടുക്കുക. അതിന്റെ ഒരു നമ്മുടെ സെൻസസ് എടുക്കുന്ന പോലെ ആ കാടിന്റെ സെൻസസ് എടുക്കുന്നതാണ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ വേറൊന്നാണ് ഇൻസ്പെക്ഷൻ. നമ്മൾ കാണാറുണ്ട്, കാട്ടിൽ കഞ്ചാവൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് അതൊക്കെ എരിച്ച് കളഞ്ഞു, ഫോറസ്റ്റ് ഓഫീസേഴ്സ് അത് കത്തിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ ചന്ദനമരത്തിന്റെ ലൈക്ക് മുറിച്ച സ്ഥലത്തെ ആളുകൾ, അതായത് നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഓഫീസേഴ്സ് എന്ത് ചെയ്യും, അവിടെ ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കും. അപ്പം മാത്രം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീരപ്പനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടതുപോലെയുള്ള ആളുകൾ എന്ത് ചെയ്യും, ചന്ദനമരം മുറിക്കാനും കടത്താനും കഞ്ചാവ് വളർത്താനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ കാടിനെ അങ്ങ് എടുക്കും. അപ്പൊ അത് നമുക്ക് വളരെയധികം എക്കോളജിക്ക് ഹാംഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇത് വെട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പം എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ നടത്തി അത് വെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ജീവജാലങ്ങൾ എന്ത് ചെയ്യും, നശിച്ചു പോകുന്നുണ്ട്. അതേപോലെ അത് വലിയൊരു എക്കോളജിനെ അത് നല്ല രീതിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ ഇമ്പാക്ട് പോലും എന്ത് ചെയ്യും, എക്കോളജിനെ വളരെ വലിയ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഹിറ്റ് ചെയ്ത് പോകുന്നത്.
ഫോറസ്റ്റ് ഓഫീസേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട് അഗെയിൻ 3 ആയിട്ട് ഡ്യൂട്ടി ബേസ്ഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫോറസ്റ്റർ, കൺസർവേഷനിസ്റ്റ്, വൈൽഡ് ലൈഫ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ. ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഇവരെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവരുടെ ഫംഗ്ഷൻസിന്റെ ബേസിൽ ഇവരെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇത്രയാണ് ഇവരുടെ ഡ്യൂട്ടി. മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യുക. സോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനിയും കൂടുതൽ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോയി നോക്കുക. വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ ഒരു മുമ്പിലത്തെ സീരീസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ഒറിജിനൽ ആയിട്ട് നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമിയുടെ വെബ്സൈറ്റ്, അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റിന്റെ ആ ഒരു വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് സർവീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വളരെ എളുപ്പമാണ്, ഒഫീഷ്യൽ ആയിട്ടുള്ള. സോ അപ്പൊ ഇത്രയാണ് നമുക്ക് ഫോറസ്റ്റ് സർവീസിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ബാക്കി ഒരു നെക്സ്റ്റ് എപ്പിസോഡിൽ പിന്നെയും കാണാം. ബൈ ബൈ.